ഹായ്, എല്ലാവരും സുഖമായിരിക്കണമല്ലേ? ഗുഡ് മോർണിംഗ്. നിങ്ങളൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു പുതിയൊരു റെസിപ്പി കൊണ്ടുവന്നുണ്ട്, ഒന്ന് നോക്കി കാണാം കേട്ടോ. 1/4 കപ്പ് ഉഴുന്നിന് 1/4 കപ്പ് അപ്പം ഇടിയപ്പത്തിൻ്റെ പൊടി, അതിലേക്ക് തലേ ദിവസത്തെ മാവിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. അതെടുത്തൊഴിച്ച് നമ്മളിങ്ങനെ പൊടി നനച്ച് വയ്ക്കുക. വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്ലാസ് കഴുകിയിട്ട് ഒഴിക്കാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഒഴിക്കണ്ട. നല്ലോണം നമുക്ക് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. ഇനി ഉഴുന്ന് കഴുകി കുതിർക്കാൻ വയ്ക്കാം. ഇത്ര വെള്ളം ഒഴിച്ചിട്ടുള്ള അത് മൂടി വയ്ക്കുക. ഇപ്പം 4 മണിക്കാണ് കഴുകി വെച്ചത്. ഒരു 3 മണിക്കൂർ മതി. 3 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുക്കുമ്പോൾ ഉഴുന്ന് നല്ല പേസ്റ്റ് പോലെ അടിക്കുന്നു വേണ്ട. ആദ്യം തന്നെ വെറുതെ ഒരു ജസ്റ്റ് 1-1.5 മിനിറ്റ് ഒന്ന് അടിക്കുക. 1 മിനിറ്റ് അടിച്ചാലും മതി. അപ്പോൾ അരഞ്ഞുണ്ടാവില്ല. അതിലേക്ക് തന്നെ നമുക്ക് ആ പൊടിയും കൂടി ഇടാം. പൊടി ഇട്ടിട്ട് ഈ വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് പാത്രം കഴുകി നമുക്ക് ഒഴിക്കാം കേട്ടോ. നമ്മുടെ ഇത് അരച്ച് തുറന്ന് നല്ലോണം ഉഴുന്നൊക്കെ അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അളവിലെടുക്കുമ്പോൾ ഇത്രയ്ക്ക് മാവ് നാളെ കാലത്ത് കാണിച്ചു തരാം കേട്ടോ, എന്തുമാത്രം മാവ് ഈ പാത്രത്തിലുണ്ടെന്ന്. ഒന്ന് ഇളക്കി അങ്ങനെ വെച്ച് മൂടി വയ്ക്കുക. നാളെ കാലത്ത് ഒരു 5-5:30 ആകുമ്പോഴേക്കും പൊന്തിയിട്ടുണ്ടാവും. കണ്ടോ, ഇത്രയും പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ പുളിയാവാണ്ടിരിക്കാനാണ് കേട്ടോ ഇത്ര നേരത്തെ ഉണ്ടാക്കണത്. 2 ടീസ്പൂൺ മാവ് മാറ്റി വെച്ചു. അതിൽ ഉപ്പിട്ട് നല്ലോണം ഇളക്കി അപ്പച്ചെമ്പിലേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വയ്ക്കാം. അങ്ങനെ ഞാൻ ഈ അളവിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് 16 ഇഡ്ഡലി കിട്ടും. ഇത് 4 തട്ടുള്ള ഇഡ്ഡലി പാത്രമാണ്. 1 സ്പൂൺ കോരി വെച്ചിട്ടുള്ള ഉണ്ട്, ഇത്രയേ ഒഴിച്ചിട്ടുള്ളൂ. നല്ലോണം പൊന്തി നല്ല ഒട്ടും പുളിയില്ലാത്തൊരു ഇഡ്ഡലി കിട്ടും, നല്ല സോഫ്റ്റായിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോൾ 16 ഇഡ്ഡലിയുടെ 16 കുഴിയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് അപ്പച്ചെമ്പിലേക്ക് ഇറക്കി വെച്ച് വേവിക്കും. വേണ്ട, നല്ല സോഫ്റ്റായി വെന്ത് ഒരു തരി